നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആശുപത്രി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് 14 ദിവസം ദുബായിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മലയാളി പ്രവാസിയുടെ മൃതദേഹം വിട്ടുനൽകി. തൃശൂർ സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് വിട്ടുനൽകിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന സുരേഷ് കുമാറിനെ കഴിഞ്ഞ മാസം 5-നാണ് പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അധികം വൈകാതെ സുരേഷ് കുമാറിന് ന്യൂമോണിയ സ്ഥിരീകരിക്കുകയായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനാൽ 14 ദിവസം വെന്റിലേറ്ററിലും കഴിയേണ്ടി വന്നു. തുടർന്ന് ഏപ്രിൽ 22-നാണ് സുരേഷ് കുമാറിന്റെ മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ ബിൽ തുകയായി 4 ലക്ഷത്തോളം അടയ്ക്കേണ്ടതായി വന്നു. ഇൻഷുറൻസ് ഇല്ലാതിരുന്നതാണ് പ്രതിസന്ധിയായത്. 2 ആഴ്ച പിന്നിട്ടിട്ടും മൃതദേഹം വിട്ടുകിട്ടാതായതോടെ കുടുംബം പ്രവാസി സംഘടനകളെയും സാമൂഹിക പ്രവർത്തകരെയും ബന്ധപ്പെടുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം വിട്ടുകിട്ടിയത്. പണം അടയ്ക്കാതെ തന്നെ ആശുപത്രി മൃതദേഹം വിട്ടുനൽകാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. നമ്മളെ ഗുരുവായൂരിലെ സുരേഷ് ചേട്ടനാണ് 12 ദിവസം ഇവിടെ ഹോസ്പിറ്റലായി മരിച്ചിട്ട് ഇൻഷുറില്ലാത്ത കാരണം കൊണ്ട് ബോഡി വിട്ടിട്ടില്ലായിരുന്നു. ഒരു പിക്കപ്പ് ഡ്രൈവറാണ് ദുബായിൽ. സൗദി ജർമ്മൻ ഹോസ്പിറ്റലായിരുന്നു. ഇൻഷുറൻസ് റീസെന്റ് എക്സ്പയർ ആയാണ്. അപ്പൊ ബാബേട്ടനൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആളെ സ്പോൺസർ. അപ്പോൾ അവിടെ നല്ലൊരു ഭീമമായ ഒരു എമൗണ്ട് വന്നിരുന്നു. അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളാക്കിയിട്ട് ഇന്നാണ് ബോഡി റിലീസ് ചെയ്ത് കിട്ടിയത്. കേരള പിക്കപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള തുക സമാഹരിച്ചത്. നാളെ മൃതദേഹം കേരളത്തിലെത്തിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. 24 ദുബായ്. റിയാദ് കേന്ദ്രമായുള്ള സൗദിയിലെ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ സമാപിച്ചു. റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ ബോയ്സ് സ്കൂളിൽ നടന്ന പരീക്ഷയിൽ 553 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് സൗദിയിൽ നിന്ന് ആകെ 566 വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ 13 പേർ പരീക്ഷയ്ക്ക് ഹാജരായില്ല. ജിദ്ദ, ദമാം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിൽ നിന്നായി ആകെ 553 വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതിയത്. പരീക്ഷാർത്ഥികളിൽ പെൺകുട്ടികൾ ആയിരുന്നു ഭൂരിപക്ഷവും. കഴിഞ്ഞ വർഷം 498 കുട്ടികളാണ് ഈ സെൻറ്ററിൽ നിന്ന് പരീക്ഷ എഴുതിയത്. പ്രാദേശിക സമയം കാലത്ത് 11:30 ആരംഭിച്ച പരീക്ഷ ഉച്ചയ്ക്ക് 2:50 വരെ നീണ്ടുനിന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മീര റഹ്മാൻ സെൻട്രൽ പരീക്ഷാ സൂപ്രണ്ടും ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി മുഹമ്മദ് ഷബീർ കേന്ദ്ര നിരീക്ഷകനുമായിരുന്നു. ഇതിനു പുറമെ പുറത്തുനിന്നുള്ള നിരീക്ഷകയായി ഗോകുൽ കുമാരിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിച്ചു. പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് പരീക്ഷാർത്ഥികളിൽ ഒരാളായ തലശ്ശേരി സ്വദേശിയും റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ അഞ്ജലി 24 പറഞ്ഞു. എക്സാം കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കുറച്ച് ലെങ്തി ആയി തോന്നി. പിന്നെ ബയോളജി ഈസി ആയിരുന്നു. നല്ല ഡയറക്റ്റ് NCERT ബേസ്ഡ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബയോളജി ഈസി ആയിരുന്നു. ഫിസിക്സ് കുറച്ച് ലെങ്തി ആയി തോന്നി. കുഴപ്പമില്ല. നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. കിട്ടുമെന്ന് വിചാരിക്കാം. നീറ്റ് പരീക്ഷ നടക്കുന്നതിനാൽ ഇന്നും നാളെയും 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ 1 മണി വരെ ഓൺലൈൻ വഴിയാണ് പഠന സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. UAE-യിലെ 3 കേന്ദ്രങ്ങളിലായി 2209 പേർ നീറ്റ് പരീക്ഷ എഴുതി. 2263 പേർ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും 54 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എത്തിയിരുന്നില്ല. അബുദാബി ഇന്ത്യൻ സ്കൂൾ, ദുബായ് ഇന്ത്യൻ ഹൈസ്കൂൾ, ഷാർജ ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിലായി ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. ഉത്തരക്കടലാസ് സീൽ ചെയ്ത ശേഷം ഡിപ്ലോമാറ്റിക് ബാഗിലാക്കി ഇന്ത്യയിലെത്തിക്കും. സുരക്ഷാ ഉപകരണ നിർമ്മാണ രംഗത്തെ മുൻനിരക്കാരായ ദഹ്വ ടെക്നോളജിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ഹോക്സ് വ്യൂ റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ വിലക്കുറവും സമ്മാന പദ്ധതികളുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റിയാദിലെ ബഥയിലാണ് ദഹ്വ ടെക്നോളജിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമായ ഹോക്സ് വ്യൂ പ്രവർത്തനം ആരംഭിച്ചത്. ദഹ്വ ടെക്നോളജി സൗദി മേധാവി ഗ്യാരി, മാർക്കറ്റിംഗ് ഡയറക്ടർ ബാര, ചാനൽ ഡയറക്ടർ ഓവൻ, സെയിൽസ് മാനേജർമാരായ ആര, വിൽസൺ, ഹോക്സ് വ്യൂ ജനറൽ മാനേജർ ഹാരിസ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ ആഴ്ചയിലെ ഉപഭോക്താക്കൾക്ക് ക്യാഷ് ബാക്ക് ഉൾപ്പെടെയുള്ള നിരവധി ആകർഷകമായ സമ്മാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ജനറൽ മാനേജർ ഹാരിസ് പറഞ്ഞു. റിയാദ് ബത്തയിലെ ദഹ്വയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമായ ഹോക്സ് വ്യൂ ഞങ്ങൾ ഇന്ന് ഇവിടെ തുറന്നു പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് വിവിധ തരം ഓഫറുകളുണ്ട്. നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറും ക്യാഷ് വോച്ചേഴ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ ഇൻസ്റ്റാളേഷനും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ദഹ്വ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും സേവനങ്ങളും സൗദിയിൽ വിപുലീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. Hogsville will provide the best service to
our clients. And from Dahua side, we also provide the best support and service to both Hawksville and our clients from this market. عندهم فاوتشرز مجانية، عندهم كاش باك، عندهم هدايا كثيرة، وهم مختصين بمبيعات الجملة والمفرق. So here in this showroom, you can find all innovative products and solutions of Dahua. And also don't forget our cashback promotion for 1 week. ഹോൾസെയിൽ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാ ഉപഭോക്താക്കൾക്കും സാധനങ്ങൾ ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ദഹുവ ബ്രാൻഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഹോക്സ്വ്യൂ മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24. ജിദ്ദയിലെ പത്തനംതിട്ട ജില്ലാ സംഗമം 15ാം വാർഷികം ആഘോഷിച്ചു. പിന്നണി ഗായിക ദുർഗ വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നും ജിദ്ദയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തവുമായിരുന്നു മുഖ്യ ആകർഷണം. സംഗീതവും നൃത്തവുമൊക്കെയായി ആസ്വാദകരുടെ മനം കവർന്ന പരിപാടികളായിരുന്നു അമൃതോത്സവം 2024 എന്ന പേരിൽ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്നത്. പത്തനംതിട്ട ജില്ലാ സംഗമത്തിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. ദുർഗ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്ന് തിങ്ങി നിറഞ്ഞ സദസ്സ് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. സംഗീത സംവിധായകരും ഗിത്താറിസ്റ്റുമായ സുമേഷ് കുട്ടിക്കൽ, പിന്നണി ഗായകൻ ജ്യോതിഷ് ബാബു എന്നിവരെയും ആസ്വാദകർ നെഞ്ചേറ്റി. ജിദ്ദയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തങ്ങളും ഉണ്ടായിരുന്നു. PJS വനിതാ വിഭാഗം അണിയിച്ചൊരുക്കിയ കുറത്തി എന്ന കവിതാവിഷ്കാരം സദസ്സിന് വേറിട്ട അനുഭവമായി മാറി. പ്രസിഡന്റ് ജോസഫ് വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. അലി തേക്കുതോട് 2024-25 വർഷത്തെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഉല്ലാസ് കുറുപ്പ് മെമ്മോറിയൽ അവാർഡ് നജീബ് വഞ്ഞാറുമൂടിനും, ഷാജി ഗോവിന്ദ് മെമ്മോറിയൽ അവാർഡ് മസൂദ് ബാലരാമുപുരത്തിനും, PJS എഡ്യൂക്കേഷൻ അവാർഡ് ആറോൺ ഷിബുവിനും സമ്മാനിച്ചു. ഓപ്പറേഷൻ കാവേരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മനോജ് മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മാധ്യമപ്രവർത്തകൻ PM മായിൻകുട്ടിക്ക് യാത്രയയപ്പ് നൽകി. ജയൻ നായർ സ്വാഗതവും ഷറഫുദ്ദീൻ പത്തനംതിട്ട നന്ദിയും പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് ലീഗ് ഫുട്ബോൾ ഫൈനലിനായി കാത്ത് ആരാധകർ. ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഡിസ്ട്രിക്ട് ലീഗ് 11A സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ തീപാറുന്ന മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. സെമി ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായി. ആദ്യ സെമിയിൽ കാസർഗോഡും തിരുവനന്തപുരം തമ്മിൽ നടന്ന മത്സരത്തിൽ 1 ഗോളിന് തിരുവനന്തപുരം ജേതാക്കളായി. രണ്ടാമത് നടന്ന സെമിയിൽ മലപ്പുറം കണ്ണൂരിനെ 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മലപ്പുറത്തിനു വേണ്ടി ഉനൈസ് ഹാട്രിക് ഗോൾ കരസ്ഥമാക്കി. വലിയ പ്രതീക്ഷയോടെയാണ് ഫൈനലിൽ ഒരുങ്ങുന്നതെന്ന് ഇരു ടീം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം നല്ല മാർജിനിൽ തന്നെയാണ്. ഇതുവരെയ്ക്ക് ഞങ്ങളുടെ പോസ്റ്റിൽ ഒരു ഗോളും ഞങ്ങൾ വഴങ്ങിയിട്ടില്ല. ടീം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഫൈനലിന് തീർച്ചയായിട്ടും ജയിക്കണം എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നത്. ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് നമ്മുടെ കോച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്ലേയേഴ്സ് എല്ലാവരും അവർക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ടീമിൽ നല്ലൊരു ഹോപ്പ് ഉണ്ട്. ഇൻഷാല്ലാ ഈ ടൂർണമെന്റിൽ നമുക്ക് വിൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരത്തിൽ ഓരോ ജില്ലകളെയും പ്രതിനിധീകരിച്ച് അതത് ജില്ലകളിലെ പ്രവാസികളായ കളിക്കാർക്ക് പുറമെ ഐ ലീഗ്, സന്തോഷ് ട്രോഫി, ISL കളിക്കാരും മത്സരരംഗത്തുണ്ട്. മത്സരങ്ങൾ കാണാൻ പ്രവേശനം സൗജന്യമായിരിക്കും. 24, ദുബായ്.
കണ്ണൂർ സിറ്റി നിവാസികളുടെ കുടുംബസംഗമം ഖൽബാണ സിറ്റി ദുബായിൽ അരങ്ങേറി. അജ്മാൻ റൂളിംഗ് ഫാമിലി അംഗം ഹിസ് എക്സലൻസി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുയമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേജർ ഒമർ മുഹമ്മദ്, സുബൈർ അൽ മർസൂഖി, സലാ അൽ അൻസാരി, മുഹമ്മദ് അൽ ബഹ്റൈനി, അബ്ദുള്ള അൽ ജഫാലി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ ഷെരീഫ്, സജില സലീം, സലീൽ സലീം എന്നിവർ നയിച്ച ഗാനമേളയും കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ UAE കൂട്ടായ്മയായ മെയ്സ് അലുമിനി UAE 30ാം വാർഷികം ആഘോഷിച്ചു. ദുബായ് ദേറ ക്രൗൺ പ്ലാസയിൽ നടന്ന പരിപാടിയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. രജത ജൂബിലി ആഘോഷിക്കുന്ന 1999 ബാച്ചിലെ അലുമിനി അംഗങ്ങളെ ആദരിച്ചു. 2024 ഏറ്റവും മികച്ച അലുമിനി അംഗത്തിനുള്ള ജിത്തു വർഗീസ് മെമ്മോറിയൽ അവാർഡിന് മോഹൻ ജോസഫ് ചീരാൻ അർഹനായി. കന്യാകുമാരി തേങ്ങാപട്ടണത്ത് ബീച്ച് കാണാനെത്തിയ 7 വയസ്സുകാരിയെ തിരയിൽപ്പെട്ട് കാണാതായി. വിഴുതാമ്പലം സ്വദേശി പ്രേമദാസിന്റെ മകൾ ആദിഷയാണ് കാണാതായത്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, അറബിക്കടൽ തീരത്തൊക്കെയും മുന്നറിയിപ്പുണ്ടായിരുന്നതാണ്. എന്താണ് സംഭവിച്ചത് അവിടെ? അതായത് ഗോകുൽ, കന്യാകുമാരിയിൽ ഉൾപ്പെടെ ഉയർന്ന തിരമാലയ്ക്കും മറ്റും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ അച്ഛനും മകളും ബീച്ചിലേക്ക് എത്തിയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഉയർന്ന ഒരു തിരമാല വന്നത്. ഇവർ രണ്ടുപേരും തിരമാലയിൽപ്പെട്ടു. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ അച്ഛനെ രക്ഷപ്പെടുത്തി. പക്ഷെ മകളെ ഇവർക്ക് കണ്ടെത്താനായില്ല. വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. കുട്ടിക്കായി ഫയർഫോഴ്സും പോലീസും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാത്രി ആയതോടുകൂടി കാഴ്ച മങ്ങി. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. കേരള തമിഴ്നാട് തീരത്ത് ഉൾപ്പെടെ ഉയർന്ന തിരമാല മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിൽ പോകുന്ന ആളുകൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടിക്കായുള്ള തിരച്ചിൽ നാളെ രാവിലെ വീണ്ടും ആരംഭിക്കും. ഗൂഗിൾ. ശരി, കന്യാകുമാരിയിലാണ് തേങ്ങാപട്ടണത്ത് ബീച്ച് കാണാനെത്തിയ 7 വയസ്സുകാരിയെ കാണാതായിരിക്കുന്നത്. ഏതായാലും വെളിച്ചക്കുറവ് കാരണം തെരച്ചിൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്നതാണ് AV ജയശങ്കർ നൽകിയ വിവരം. കോഴിക്കോട് മുക്കത്ത് 2 വാഹനാപകടങ്ങളിലായി 5 പേർക്ക് പരിക്ക്. മുക്കം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്കും, അഭിലാഷ് ജംഗ്ഷനിൽ ടൂറിസ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്കും പരിക്കേറ്റു. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്താണ് പരിക്കേറ്റവരുടെ നില? എങ്ങനെ? ഗൂഗിൾ, രാത്രി 10 മണിക്കും 11 മണിക്കും ഇടയിലാണ് മുക്കത്ത് 2 വാഹനാപകടങ്ങൾ നടന്നിട്ടുള്ളത്. ആകെ 5 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഒന്നാമത്തെ വാഹനാപകടം മുക്കം പോലീസ് സ്റ്റേഷന് മുമ്പിലായിരുന്നു. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. രാത്രി 10:55 ഈ അപകടം നടക്കുന്നത്. പരിക്കേറ്റവരെ മുക്കം പോലീസ് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മറ്റൊരു അപകടം നടക്കുന്നത് മുക്കം അഭിലാഷ് ജംഗ്ഷനിലാണ്. ടൂറിസ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ അപകടം നടക്കുന്നത് 10:30 സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്കാണ് പരിക്കേറ്റെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്കൂട്ടറിലുണ്ടായിരുന്ന പുരുഷന്റെ തലയ്ക്കും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ കൈക്കുമാണ് പരിക്കേറ്റത്. ഇവർ താമരശ്ശേരി സ്വദേശികളാണെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പരിക്കേറ്റവരുടെ നില, ഒരാളുടെ നില ഗുരുതരമാണ്. ബാക്കി 4 പേര് നില വലിയ കുഴപ്പമില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോകുൽ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് 2 വ്യത്യസ്ത അപകടങ്ങളിലായി 5 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമെന്നതാണ് സാഹചര്യം. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ആശങ്കയിൽ തീരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടൽ കയറി. തിരുവനന്തപുരം പൂത്തുറയിൽ കടലാക്രമണത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നു. കൊല്ലത്ത് തീരമേഖലയിലും കടലാക്രമണമുണ്ടായി. തൃശൂർ കൊടുങ്ങല്ലൂരിലും ആലപ്പുഴ ആറാട്ടുപുഴയിലും കടൽ കയറി. അതേസമയം നിയന്ത്രണം ലംഘിച്ച് സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നതായി പരാതി ഉയർന്നു. ഇന്നലെ രാത്രിയോടെയാണ് കള്ളക്കടൽ പ്രതിഭാസം രൂക്ഷമായത്. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ കടലാക്രമണം ശക്തമായതിനു പിന്നാലെ പല വീടുകളും ഭാഗികമായി തകർന്നു. ഇന്ന് രാവിലെ മുതൽ കടലടിക്കണമെന്ന് അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വാതിലിന്റെ ഇവിടെ നിന്നു. ഒരു 7:30 മണിയായപ്പോഴാണ് കടലടിച്ച് ഈ ജനലിന്റെ താഴെയുള്ള ടൈലോടെ ഇങ്ങനെ അടിച്ച് വെളിയിൽ വന്നു. 5 തെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊല്ലം മുണ്ടയ്ക്കൽ, വെടിക്കുന്ന്,
ഇരവിപുരം, ആലപ്പാട് തുടങ്ങിയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി. മത്സ്യബന്ധന വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ നാശനഷ്ടങ്ങളുണ്ടായില്ല. പിന്നെ കടല് നടു 12 മണി സമയമായപ്പോൾ ഭയങ്കരമായ ശക്തിയായിട്ട് കഴിച്ചു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? തൃശൂർ ജില്ലയിലും കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ചന്തക്കടപ്പുറം, അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് കടൽഭിത്തി ഭാഗികമായി മണ്ണിനടിയിലായി. ഫോർട്ട് കൊച്ചിയിൽ കടലിലിറങ്ങുന്നതിനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ വിലക്ക് ലംഘിച്ച് സഞ്ചാരികൾ എത്തുന്നുവെന്ന പരാതി ഉയർന്നു. ലൈഫ് ഗാർഡ്സിന് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം. കൊല്ലം പത്തനാപുരത്ത് കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കുളനട സ്വദേശി നിഖിലും മഞ്ചള്ളൂർ സ്വദേശി സുജിനുമാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. മഞ്ചള്ളൂർ മഠത്തിൽ മണക്കാട്ട് കടവിൽ കുളിക്കാനിറങ്ങിയ നിഖിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. നിഖിലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുജിൻ ഒഴുക്കിൽപ്പെട്ടത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് ഇരുവരെയും പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു. ഇരുവരുടെയും മൃതദേഹം പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ഉയർന്ന ചൂടിന് ഉടൻ ശമനമില്ല. 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. 11 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ചയോടെ വേനൽ മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതീക്ഷ. ഇത്തവണ ശക്തമായ മൺസൂൺ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നു. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ കുറവില്ല. വൈകുന്നേരത്തെ ആവശ്യകത ഇന്നലെ വീണ്ടും ഉയർന്നു. ഇതോടെ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് KSEB. പുന്നപ്ര തീരമേഖലയിൽ വൈദ്യുതി മുടങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികൾ KSEB ഓഫീസ് ഉപരോധിച്ചു. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് മാത്രമാണുള്ളത്. എന്നാൽ പ്രസരണ വിതരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന പീക്ക് സമയ വൈദ്യുതി ആവശ്യകതയിൽ മാറ്റമില്ല. വൈദ്യുതി ആവശ്യകത മുൻ ദിവസത്തേക്കാൾ ഉയരുകയും ചെയ്തു. ഇന്നലത്തെ പീക്ക് സമയ ആവശ്യകത 5754 മെഗാവാട്ടാണ്. 112.525 ദശലക്ഷം യൂണിറ്റായിരുന്നു ഇന്നലത്തെ ഉപയോഗം. നിയന്ത്രണങ്ങൾ പീക്ക് സമയ ആവശ്യകത കുറയ്ക്കാത്തതിനാൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് KSEBയുടെ നിലപാട്. ആവശ്യകതയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15% വർധന. 3 മുതൽ 5% വരെ വർധനയെന്ന ബോർഡിന്റെ കണക്ക് മറികടന്നുള്ള ഉപയോഗമാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 5024 ശരാശരി ഡിമാൻഡ്. ഇത്തവണ ഡിമാൻഡ് 5854 മെഗാവാട്ടായി ഉയർന്നു. തീരമേഖലയായ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ അപ്രഖ്യാപിതമായി വൈദ്യുതി മുടങ്ങിയതോടെ അർദ്ധരാത്രിയിൽ മത്സ്യത്തൊഴിലാളികൾ പുന്നപ്ര KSEB ഓഫീസ് ഉപരോധിച്ചു. 2:45 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെയാണ് ഇവർ ഉപരോധം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. 24 തിരുവനന്തപുരം. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 2 വനിതകൾ നേർക്കുനേർ പോരാടുന്ന ഒരേയൊരു മണ്ഡലമാണ് ബാരാമതി. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയുമാണ് സ്ഥാനാർത്ഥികൾ. നേരിട്ട് മത്സരിക്കുന്നില്ലെങ്കിലും അജിത്തിനും ശരത് പവാറിനും നിർണായകമായ ശക്തി പരീക്ഷണമാണ് ബാരാമതിയിൽ. പോരാട്ടത്തെ വ്യക്തിപരമായി കാണേണ്ടതില്ലെന്നും ആശയങ്ങൾ തമ്മിലുള്ള മത്സരമായി മാത്രം കണ്ടാൽ മതിയെന്നും സുപ്രിയ സുലെ 24നോട് പറഞ്ഞു. രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ പിളർന്നുപോയ പവാർ കുടുംബത്തിലെ 2 പേർ നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇത്തവണ ബാരാമതിയിൽ. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ, അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ. NCP എന്ന പാർട്ടിയുടെയും പവാർ കുടുംബത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന കടുത്ത പോരാട്ടമാണ് ബാരാമതിയിൽ ഇത്തവണ നടക്കുന്നത്. My fight is not personally against any person. It's an ideological and political fight against the NDA. No individual. Why blame Sunetra Pawar? She was never even active in politics.
യഥാർത്ഥ NCP ഏതെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത്തിനൊപ്പമാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ ശരത് പവാറിന് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. സുപ്രിയ ജയിച്ചാൽ നേതാക്കൾ അജിത്തിനൊപ്പമെങ്കിലും അണികളും വോട്ടർമാരും തനിക്കൊപ്പമെന്ന് ശരത് പവാറിന് തെളിയിക്കാനാകും. ഭാര്യ സുനേത്രയെ മത്സരരംഗത്തിറക്കുന്ന അജിത് പവാർ കണ്ണുവെക്കുന്ന ചില കണക്കുകളുണ്ട്. ആകെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJPയുടെ കോട്ടയാണ്. അജിത് പവാറിനുമുണ്ട് 2 മണ്ഡലങ്ങളിൽ വലിയ കരുത്ത്. 1.5 ലക്ഷത്തിലധികം വോട്ടിന് കഴിഞ്ഞ തവണ വിജയിച്ച സുപ്രിയ സുലെയെ ഇത്തവണ മലർത്തിയടിക്കാമെന്ന് അജിത്ത് മോഹിക്കുന്നുണ്ടെങ്കിൽ ആ മോഹത്തിന് ആധാരം ഈ കണക്കുകളാവും. പിളർപ്പിന് ശേഷം സുപ്രിയ സുലെയും അജിത് പവാറും കടുത്ത അകൽച്ചയിലാണ്. 100-ലേറെ പേർ വരുന്ന പവാർ കുടുംബം ഒന്നടങ്കം സുപ്രിയയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ബാരാമതിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അജിത് പവാറും ഭാര്യയും മക്കളും എന്നതാണ് പവാർ കുടുംബത്തിനകത്തെ മറ്റൊരു ശക്തി കേന്ദ്രം. I'm willing to speak to him even today because I believe in democracy and dialogue. He doesn't speak. I'm happy to speak to everybody because I believe in democracy. 1964 ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ പതിയെ ശരത് പവാറിന്റെ ശക്തമായൊരു കോട്ടയായി ബാരാമതി മാറി. അതുകൊണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ബാരാമതിക്കാർ അനുഭവിക്കുന്നത്. ബാരാമതിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലൈംഗിക പീഡന കേസിന്റെ അന്വേഷണത്തോട് സഹകരിക്കേണ്ടെന്ന് രാജ്ഭവൻ ജീവനക്കാർക്ക് ഗവർണർ CV ആനന്ദബോസിന്റെ നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവൻ ജീവനക്കാർക്ക് പോലീസ് സമൻസ് അയച്ച സാഹചര്യത്തിലാണ് ഗവർണറുടെ നടപടി. തന്നെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുകയാണെന്ന് CV ആനന്ദബോസ് പ്രതികരിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്ന സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഒരു പോലീസുകാരനടക്കം രാജ്ഭവനിലെ 4 ജീവനക്കാരോട് മൊഴി നൽകാനെത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസുകാരനൊഴികെ മറ്റ് 3 പേരും ഹാജരായില്ല. തുടർന്ന് നാളെ ഹാജരാകാനാവശ്യപ്പെട്ട് പോലീസ് വീണ്ടും സമൻസ് അയച്ചു. ഇതിനു പിന്നാലെയാണ് അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന് ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. ഗവർണർക്ക് ഭരണഘടനാ പരിരക്ഷയുള്ളതിനാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസിന് അധികാരമില്ലെന്ന് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്ഭവനിലെ കരാർ ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും അടക്കമുള്ളവർ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ട എന്നും പോലീസുമായി യാതൊരു വിധത്തിലുള്ള ആശയവിനിമയവും നടത്തേണ്ട എന്നുമാണ് ഗവർണറുടെ നിർദ്ദേശം. തന്നെ വലിച്ചു താഴെയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് CV ആനന്ദബോസ് പ്രതികരിച്ചു. ഞങ്ങൾ ഗവർണറുടേതായി ഒരു ഗവർണേഴ്സ് ലെവൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ടീം ഉണ്ടാക്കി കളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഫലം എനിക്കും കിട്ടി. എന്നെയും വലിച്ചു താഴെയിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. രാജ്ഭവന്റെ ഇടനാഴിയിലെയും ഇലക്ട്രോണിക് പ്രൈവറ്റ് ഓട്ടോമാറ്റിക് ബ്രാഞ്ച് എക്സ്ചേഞ്ച് മുറിയിലെയും CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനുള്ള പോലീസിന്റെ നിർദ്ദേശവും രാജ്ഭവൻ അവഗണിച്ചിരുന്നു. തുടർ നീക്കങ്ങൾക്കായി പോലീസ് നിയമോപദേശം തേടിയതായാണ് വിവരം. ഏപ്രിൽ 24-നും മെയ് 2-നുമായി ഗവർണർ 2 തവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് രാജ്ഭവനിലെ കരാർ ജീവനക്കാരിയുടെ പരാതി. 24 ഡൽഹി. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ കർണാടക മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വിശദമായി ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങിയേക്കുമെന്നാണ് സൂചന. വൈകിട്ട് 7 മണിയോടെയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കി HD രേവണ്ണയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും ഗുരുതര വകുപ്പുകൾ ചുമത്തിയതിനാൽ രേവണ്ണയുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് തള്ളി. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന അന്വേഷണ സംഘത്തിന്റെ വാദവും കോടതി അംഗീകരിച്ചു. ഈ മാസം 8 വരെയാണ് രേവണ്ണയുടെ കസ്റ്റഡി കാലാവധി. തനിക്കെതിരെയുള്ള നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് HD രേവണ്ണ ആരോപിച്ചു. ನನ್ನ 40 ವರ್ಷ ರಾಜಕೀಯದಲ್ಲಿ ಯಾವುದೇ ಅಪಾತೆ ಇಲ್ಲ. ಇದು ದುರುದ್ದೇಶದ ಮೇಲೆ ರಾಜಕೀಯದ ಷಡ್ಯಂತ್ರ ಮಾಡಿ ಇವತ್ತು ಯಾವುದೇ ಪುರಾವೆ ಇಲ್ಲದೆ ലൈംഗികാതിക്രമ കേസെടുത്തതിന് പിന്നാലെ വിദേശത്തേക്ക് കടന്ന പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്നാണ് സൂചന. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഇനിയും വൈകിയാൽ പ്രജ്വലിനെ പിടികൂടാൻ ഇന്റർപോളിന്റെ സഹായം തേടും. ഇതിനായി ഇന്റർപോളിന്റെ ഇന്ത്യയിലെ ഏജൻസിയായ CBIക്ക് കർണാടക സർക്കാർ അപേക്ഷ നൽകും.
അതിനിടെ പ്രജ്വൽ ലൈംഗിക പീഡനത്തിനിരയാക്കിയ യുവതികൾക്ക് പരാതി നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം ഹെൽപ്പ് ലൈൻ സംവിധാനമൊരുക്കി. 24 ബംഗളൂരു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.